ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ട അരിയും കൊണ്ടൊരു പുട്ടാണ്. നമ്മളെല്ലാവരും ചോറ് വെക്കുന്ന കുത്തരി എല്ലാം വെച്ച് നമ്മൾക്ക് പുട്ടുണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മളത് വറക്കണ്ട, ജസ്റ്റ് പൊടിച്ച് നനയ്ക്കണ്ട, ആ നനവ് മാത്രം മതി. നമുക്ക് സിമ്പിളായിട്ട് ഒരു മട്ട അരിയും കൊണ്ടുള്ള പുട്ടുണ്ടാക്കാം. പുട്ടിൻ്റെ കൂടെ ഒരു സിമ്പിൾ കടലക്കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1 കപ്പ് കുത്തിരിയാണിത്. ആ കുത്തിരി ഒരു 6-7 മണിക്കൂറെങ്കിലും തലേദിവസം കുതിർത്ത് വെച്ചിട്ട് രാവിലെ നല്ലതായിട്ടൊന്ന് ട്രെയിൻ ചെയ്യാൻ വെക്കണേ. ട്രെയിൻ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ നടുക്കൊരു കുഴി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടും. ഇനി ഈ അരിയെന്ന് നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ പൾസ് മോഡിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ പുട്ടിപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവായിരിക്കണേ. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളത് പൊട്ടിച്ച് കഴിയുമ്പോൾ പഴയ രീതിയിലാകുന്ന പരുവത്തിൽ നമ്മൾ പുട്ടെടുക്കണം. നമ്മൾ ഈ പുട്ട് നനയ്ക്കണ്ട, ഇതിൽ തന്നെ ഒരു നനവുണ്ട്. നമ്മൾ പുട്ടുപൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് നനച്ചെടുക്കാവേ. ഉപ്പൊന്ന് മിക്സാക്കി എടുത്താൽ മതി. കട്ടയൊന്നും അധികം ഇല്ലാണ്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. പുട്ട് വേവിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള മിക്സ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഇടുന്നില്ല. നമുക്ക് 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. അപ്പം മക്കൾ കഴിച്ചോളും. പുട്ടുപൊടി ഇടുമ്പോൾ നമ്മൾ പുട്ടുകുറ്റിക്കകത്ത് ഇങ്ങനെ തിക്കി വെക്കല്ലേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കല്ലേ. ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ മാത്രം മതി. നമ്മൾ പ്രസ് ചെയ്യണം. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ടിപ്പം നല്ല ആവി വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടെടുക്കാം. നമുക്ക് അടുത്ത പുട്ടുണ്ടാക്കാം. ഞാൻ അപ്പം അത് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് കടലയാണ് 8 മണിക്കൂർ നേരം കുതിർത്ത് എടുത്തതാണ്. നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ്
തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കൊത്താണ്, ഒരു തണ്ട് കറിവേപ്പില, കടലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. കടല നക്കൊക്കെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. കടല ഇനിയും വേവിച്ചെടുക്കാം. നമുക്ക് ഈ കടല ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കടല വെന്തോ നോക്കാം. കടല ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മസാല തയ്യാറാക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. 8 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. ഒരു തണ്ട് കറിവേപ്പില. ഈ ചെറിയ ഉള്ളി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് നമ്മൾ ഒരു തവി കടലയെടുത്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ആ ഉള്ളിയും സവോളയും ഒക്കെ കിട്ടുന്ന രീതിയിൽ എടുത്തോ, കുഴപ്പമില്ല. ഇതിനി ഒന്ന് തണുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഉള്ളി ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 സ്പൂൺ കാശ്മീരി മുളക്, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാലയാണ്. നമ്മുടെ കയ്യിൽ ഇനി മീറ്റ് മസാലയാണ്, മീറ്റ് മസാല ഇടാം. ഇപ്പം ഞാനിപ്പോൾ 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ ഗരം മസാല, പെരിഞ്ജീരകപ്പൊടിയാണ്, 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ച പെരിഞ്ജീരകം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോകല്ലേ. ഫ്ലെയിം വളരെ കുറച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചക്കുത്ത് മണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കിയ കടല ഇട്ട് കൊടുക്കുക. കടലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. മസാല ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എണ്ണയൊന്ന് തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ കടലയുടെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ മസാലയിലോട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. കടല ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി റെഡിയാവും.
കടലക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ്. നല്ല ലൂസായിട്ടുള്ള കടലക്കറിയല്ല, നമ്മുടെ നല്ല കൊഴുത്ത കടലക്കറിയാണ്. ഇത് കുറച്ച് സമയം കൂടി ഇരുന്നാൽ ഇത്തിരി കൂടി കുറുകി വരുവേ. നമുക്കപ്പോൾ ഈ ഒരു പരുവം മതി. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഈ കടലക്കറിക്ക്. വളരെ സിമ്പിൾ, നമ്മൾ തേങ്ങായോ അങ്ങനെയൊന്നും വറുത്തരയ്ക്കാതെ ആ നല്ലൊരു കളറിൽ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ പുട്ടും കടലക്കറിയും ട്രൈ ചെയ്ത് നോക്കാം.